സുപ്രഭാതം. This morning I want to talk about living as the sons of God. ഈ പ്രഭാതത്തിൽ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ പോലെ ജീവിക്കുന്നതിനെ കുറിച്ചാകുന്നു. How many of us have read the genealogies in the Bible and skipped them? നമ്മിൽ എത്ര പേർ വചനത്തിൽ വംശാവലി വായിക്കുകയും പിന്നീട് അത് വായിക്കാതെ കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു? And then we skipped reading it and then we wondered why on earth is it even there in the Bible? അതിനുശേഷം നാം പിന്നെ അത് വായിക്കാതെ കടന്നു പോവുകയും നാം പിന്നീട് ചിന്തിക്കുകയാണ് എന്തിനു വേണ്ടിയാകുന്നു ഈ ഒരു കാര്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? The son of and one whole page of just names of sons. ഈ വ്യക്തിയുടെ മകൻ എന്നുള്ളത് ഏകദേശം ഒരു പേജോളം നീണ്ടു നിൽക്കുന്ന കുറെ മക്കളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ വംശാവലി. But is there any significance in what is written there? എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ടോ? Is it important to know some of these things? ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണോ? We know there are no unnecessary details in the Bible. നമുക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ട്, വചനത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യവുമില്ല. So recently when I was going through the genealogy in the book of Luke, ഈ അടുത്ത കാലത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ള വംശാവലി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ and I just stayed there and was imagining all those people and those names. ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ വ്യക്തികളുടെതെല്ലാം പേരുകൾ. And I know we don't know any of those people. ഞാൻ ചിന്തിക്കുകയും ചെയ്തു, നമുക്ക് അവരെ ആരെയും പരിചയമില്ല. But the people that wrote them or the people that were in that time knew a lot more about who they were writing about. എന്നാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അത് ആരെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നു എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. And they would have been able to connect certain things to each family, each tribe and each name. ഓരോ ഗോത്രവുമായിട്ടും ഓരോ കുടുംബവുമായിട്ടും ഓരോ നാമവുമായിട്ടും ചില കാര്യങ്ങൾ അവർക്ക് ബന്ധിപ്പിച്ച് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നു. I know today many families make a genealogy book even today. ഇന്നും പല കുടുംബങ്ങളും കുടുംബചരിത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്നു. And while they are making it, they know of this person from this home and that person's from that home. അവർ അപ്രകാരം അത് പ്രസിദ്ധപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവർക്കറിയാം ഈ വ്യക്തി ഈ കുടുംബത്തിൽ നിന്ന് ഈ ഭവനത്തിൽ നിന്നായിരിക്കുന്നു എന്നുള്ളതെല്ലാം. So just those two words, the son of somebody, for me when I began thinking, I thought it has a lot of things in it. അപ്പോൾ ആ രണ്ട് വാക്കുകൾ ഈ വ്യക്തിയുടെ മകൻ എന്നുള്ള ആ കാര്യം തന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ എനിക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി. When I know somebody is the son of somebody, it immediately brings a lot of things to my mind. ഒരു വ്യക്തിയുടെ മകനാകുന്നു ഈ വ്യക്തി എന്ന് ഞാൻ കേൾക്കുമ്പോൾ അത് ഉടനെ തന്നെ എന്റെ മനസ്സിലേക്ക് അനേക കാര്യങ്ങൾ കൊണ്ടുവരും. So let's think about some things that come to your mind when you hear the son of somebody. ആരുടെയെങ്കിലും മകൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടേതായുള്ള മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. Maybe you can think of a famous person, a business person, a musician, a sports person. ചിലപ്പോൾ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യവസായിയുടെയോ അല്ലെങ്കിൽ ഒരു സംഗീത വിദ്വാന്റെയോ അല്ലെങ്കിൽ ഒരു കായിക താരത്തിന്റെയോ മകനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. So when we say this person is the son of a big name, ഈ വ്യക്തി ഒരു വലിയ വ്യക്തിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വ്യക്തിയുടെ മകനാണ് എന്ന് കേൾക്കുമ്പോൾ there are certain things that we immediately put on a son. അത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ മകനെ കുറിച്ച് നാം ബന്ധിപ്പിച്ച് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. We think he will be like his father. താൻ തന്റെ പിതാവിനെ പോലെ ആയിരിക്കും നാം ചിന്തിക്കുന്നു. He will share some of the nature of the father. തന്റെ പിതാവിന്റെ സ്വഭാവത്തിന് അല്പം ചില കാര്യങ്ങൾ തന്റെ മകൻ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നു. He may have some of the gifts and talents of his father. തന്റെ പിതാവിന്റേതായിട്ടുള്ള ചില കഴിവുകളും ചില പ്രത്യേകമായിട്ടുള്ള വരങ്ങളും മകൻ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. When we see little children of big musicians playing music, we think, oh, that's from the father. നാം കുഞ്ഞു മക്കൾ അവരുടെ പിതാവ് സംഗീത വിദ്വാൻമാരായിരുന്നപ്പോൾ ഈ കുഞ്ഞു മക്കൾ അവർ വാദ്യോപകരണങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ നാം ഉടനെ നമ്മളെ പറയും ആ പിതാവിനെ പോലെ തന്നെ. So they share some of the gifts, some of the talents of the parent, of the അപ്പോൾ father. ഈ പിതാവിന്റേതായിട്ടുള്ള ചില വരങ്ങളും അതോടൊപ്പം തന്നെ കഴിവുകളും മക്കൾക്കുണ്ടാകും. They share the resources of the father. പിതാവിന്റേതായിട്ടുള്ള സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ പിതാവിനുള്ളത് മക്കൾ ഉപയോഗിക്കുന്നു. If it's a big business person, we know their son is going to inherit a big business. ഒരു വൻകിട വ്യവസായിയാകുന്നു പിതാവെങ്കിൽ നമുക്കറിയാം മകൻ അത് അവകാശമായി എടുക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ അവകാശമാകുവാൻ പോകുന്നു. Or whatever is there, the resources of the father we know go to the son. ഈ പിതാവിന്റെ പക്കലുള്ളതെല്ലാം മകനിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു. The son enjoys the father's relationships. പിതാവിന്റേതായിട്ടുള്ള ആ വ്യക്തിബന്ധം ഈ മകൻ ആസ്വദിക്കുന്നു. All the connections of the father become the son's connections. പിതാവിന്റേതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെല്ലാം മകന്റേതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുമായി മാറുന്നു.
whoever the Father knows, now the Son also gets to know them. പിതാവ് ആരെയെല്ലാം പരിചയപ്പെടുന്നു അല്ലെങ്കിൽ പിതാവിന് അറിവുണ്ടോ അവരെല്ലാം മകന്റേതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുമായി മാറുന്നു. And more than anything, this Son has a personal relationship with the Father. എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ പുത്രന് പിതാവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. And just like we receive all of these things from a natural father, we also receive all of this from our heavenly Father. സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു പിതാവിൽ നിന്ന് നാം ഇതെല്ലാം എപ്രകാരം സ്വീകരിക്കുന്നുവോ അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. I know some of you may be thinking, I didn't get any of this from my earthly father. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കാം എന്റെ ഭൂമിയിലുള്ള പിതാവിൽ നിന്ന് എനിക്കിതൊന്നും ലഭിച്ചില്ലല്ലോ. But let me encourage you that you still have access to all this through your heavenly Father. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ, സ്വർഗസ്ഥനായ പിതാവിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇന്നും ലഭ്യതയുണ്ട്. When we believe in Christ, we are made the sons of God. യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവമക്കളായി മാറുന്നു. And all of this comes to us as his children as well. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവമക്കളുടെ അവകാശമായി നമ്മിലേക്ക് വരികയാണ്. We begin to share the Father's likeness. നാം പിതാവിന്റെ സ്വരൂപം പങ്കുവെക്കുന്നു. We begin to become like him. യേശുക്രിസ്തുവിനെ പോലെ നാം ആകുന്നു. We share in his abilities. പിതാവിന്റേതായുള്ള കഴിവുകളിൽ നാം പങ്കുചേരുന്നു. We will be able to do what our Father does. നമ്മുടെ പിതാവ് ചെയ്യുന്നത് നമുക്ക് ചെയ്യുവാനും കഴിയുന്നു. We have access to the Father's resources. പിതാവിന്റെ പക്കലുള്ളതിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നു. To all his riches and glory we have access to. തന്റെ മഹിമാധനത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയാണ്. We have access to the Father's relationships. നമ്മുടെ ഈ പിതാവിന്റെ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയാണ്. Those who serve in the Father's house, the mighty angels, now they are sent to serve us too. പിതാവിന്റേതായുള്ള ഭവനത്തിൽ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ദൂതന്മാർ ഇപ്പോൾ നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട് അവരെ അയച്ചിരിക്കുന്നു. We have the privilege of knowing the Father intimately. നമുക്ക് ഏറ്റവും അടുപ്പത്തിൽ ഈ പിതാവിനെ അറിയുവാനായിട്ടുള്ള വലിയ അനുഗ്രഹവുമുണ്ട്. All of this comes to us when we are born again. നാം ഇതെല്ലാം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് നാം വീണ്ടും ജനിക്കുമ്പോഴാകും. But just like when a natural baby is born and all of this doesn't come in one day, the same way we also don't get all of this in one day. സ്വാഭാവികമായി ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നാം വീണ്ടും ജനിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കുന്നില്ല. No one gives a baby the whole inheritance, now you can take care of it. ഒരു കുഞ്ഞിനും ആരും ഒരു പൂർണ്ണമായിട്ടുള്ള അവകാശമോ ഓഹരിയോ ഒന്നും കൊടുത്താൽ നീ ഇനി ഇത് കൈകാര്യം ചെയ്തു എന്ന് പറയുകയില്ല. The child has a journey of maturity. എന്നാൽ ആ കുഞ്ഞിന് പക്വതയിലേക്കുള്ള യാത്രയുണ്ട്. And once the child is mature, he is able to access everything that the father has. ആ കുഞ്ഞ് പക്വത പ്രാപിക്കുമ്പോൾ പിതാവിന്റെ പക്കലുള്ളതിലേക്കെല്ലാം അവന് അനുവാദം അല്ലെങ്കിൽ അനുമതി ലഭിക്കുന്നു. Just like in the natural, there is a journey. Even in the spiritual, there is a journey of sonship. സ്വാഭാവികമായി നമുക്ക് ഭൂമിയിൽ ഉള്ളതുപോലെ തന്നെ പുത്രത്വത്തിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ആത്മീയ മണ്ഡലത്തിലുമുണ്ട്. We have a journey of growing into sons that are mature. പക്വതയുള്ള മക്കളാകുവാനായിട്ട് അല്ലെങ്കിൽ പുത്രന്മാരാകുവാനായിട്ടുള്ള ഒരു യാത്ര നമുക്ക് ആത്മീയ മണ്ഡലത്തിലുമുണ്ട്. Our Christian life is not just believing in Jesus and then living a life following rules and commands. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനു ശേഷം ചില ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിച്ച് ജീവിക്കുക എന്നുള്ളതല്ല. I have to go to church every Sunday, I have to pray and I have to obey all of these rules. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്കായി സഭയിൽ പോകണം, അതിനുശേഷം പ്രാർത്ഥിക്കണം, പിന്നെ കുറെ നിയമങ്ങളെല്ലാം പാലിക്കണം, അതല്ല. And then I will live and die and I will go to heaven. അതിനുശേഷം ഞാൻ മരിച്ച് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകും. This is not why Jesus came. ഇതിനല്ല യേശുക്രിസ്തു വന്നത്. The gospel story is actually the greatest adoption story of all time. സുവിശേഷത്തിൻ്റെതായുള്ള കഥ അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും ദത്തെടുക്കുന്നതിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ കഥയാകും. The biggest adoption story in all of the universe. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഏറ്റവും മികച്ചതും വലുതുമായിട്ടുള്ള ദത്തെടുക്കലിൻ്റെതായിട്ടുള്ള കഥയാകും. God lost his son Adam. ദൈവത്തിന് തന്റെ മകനായിട്ടുള്ള ആദാമിനെ നഷ്ടമായി. And his son Adam became a servant to Satan. പിശാചിന്റെ അടിമയായി അല്ലെങ്കിൽ ദാസനായി തന്റെ ദൈവത്തിന്റെ പുത്രനായ ആദാം മാറി. But Jesus, his only begotten son, was willing to come and pay the price to get the sons of Adam back. എന്നാൽ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ മറുവിലയായി നൽകി ആദാമിനെയും തന്റെ മക്കളെയും തിരിച്ച് എടുക്കുവാനായിട്ട് വന്നു.
He was ready to pay his own blood to purchase us out of slavery. നമ്മെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് സ്വന്തം രക്തം വരെ നൽകുവാനായിട്ട് യേശുക്രിസ്തു തയ്യാറായി. And then to adopt all of us back into the family. അതിനുശേഷം നമ്മെ എല്ലാം ആ കുടുംബത്തിലേക്ക് ചേർക്കുവാനായിട്ട് ദത്തെടുക്കുവാനായിട്ട് കർത്താവ് അപ്രകാരം ചെയ്തു. Adopted us into his home as sons. തന്റെ ഭവനത്തിലേക്ക് മക്കളായി നമ്മെ ചേർത്തിരിക്കുന്നു. Filled us with his Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ചു. And now is teaching us through his Spirit to walk and to become like him. ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഉപദേശിച്ച് യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കാനും യേശുക്രിസ്തുവിനെ പോലെ നടക്കുവാനും നമ്മെ പരിശീലിപ്പിക്കുന്നു. And once we all become like his mature son Jesus, he wants to entrust all things into our hands. യേശുക്രിസ്തുവിനെ പോലെ പക്വതയുള്ളവരായി നാം മാറുമ്പോൾ സകല കാര്യങ്ങളും നമ്മുടെ പക്കൽ ഭരമേൽപ്പിക്കുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നു. And when we become like him, he wants to show the whole universe what his sons are like. നാം യേശുക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു തന്റെ മക്കൾ എപ്രകാരം ആയിരിക്കുന്നു എന്നുള്ളത്. He wants to display his nature, his mercy, his love through his sons. തന്റേതായിട്ടുള്ള സ്വഭാവം അതോടൊപ്പം തന്നെ തന്റെ കരുണ തന്റേതായിട്ടുള്ള ആ ശക്തി ഇതെല്ലാം തന്നെ മക്കളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And when I say sons, I mean sons and daughters. ഞാൻ പുത്രന്മാരെന്ന് പറയുമ്പോൾ പുത്രന്മാരും പുത്രിമാരും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു. Because at the cross there is no male or female. കാരണം ക്രൂശിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. So this was God's adoption story. ഇതായിരുന്നു ദൈവത്തിന്റെ ദത്തെടുക്കൽ ആ കഥ. And the story didn't end by just us becoming born again. നാം വീണ്ടും ജനിക്കുന്നത് കൊണ്ട് ആ കഥ അവസാനിക്കുന്നില്ല. The story goes on till we become mature as sons. നാം ക്രിസ്തുവിന്റെ പക്വതയുള്ള ദൈവത്തിന്റെ പക്വതയുള്ള മക്കളാകുന്നതുവരെയും ഈ കഥ തുടരുന്നു. But we think it ended the day we were born again. എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം വീണ്ടും ജനിച്ച ആ ദിവസത്തിൽ ഈ കഥ അവസാനിച്ചിരിക്കുന്നു. And many of us miss out on this journey because of our own personal experiences. നമ്മുടെ വ്യക്തിപരമായുള്ള പല അനുഭവങ്ങൾ കൊണ്ടും പല വ്യക്തികളും ഈ ജേർണി അല്ലെങ്കിൽ ഈ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. Maybe our journey with our earthly father was not ideal. നമ്മുടെ ഭൂമിയിലുള്ള പിതാവുമായിട്ടുള്ള ആ യാത്ര അത്ര രസകരമല്ലാത്തത് കൊണ്ടായിരിക്കാം. We didn't experience a true relationship of sonship. ഒരു പുത്രത്വത്തിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള അനുഭവം നമുക്ക് ലഭിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം. Experiencing a father raising us up to be a son. ഒരു മകനായി മകളായി വളരുവാൻ തക്കവണ്ണം ഒരു പിതാവ് നമ്മെ വളർത്തുന്ന അനുഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. But that should not stop us from allowing the heavenly father to raise us up. എന്നാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മെ സ്നേഹിച്ച് വളർത്തുന്നതിൽ നിന്ന് ഇതൊന്നും നമ്മെ തടസ്സപ്പെടുത്താൻ പാടില്ല. God wants us to become like his son Jesus. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആകുവാനാകുന്നു. Let's look at Jesus, the perfect son. ഏറ്റവും തികഞ്ഞ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് നോക്കാം. He had a journey of sonship too. യേശുവിനും ഈ പുത്രത്വത്തിൻ്റെതായിട്ടുള്ള യാത്രയുണ്ടായിരുന്നു. He was the only begotten son of the Father. യേശു മാത്രമായിരുന്നു ഏകജാതനായിട്ടുള്ള ആ പിതാവിൻ്റെതായിട്ടുള്ള ഏകജാതനായ പുത്രൻ. Hebrews 1 tells us he was the brightness of the Father's glory. എബ്രായ ലേഖനത്തിൻ്റെതായിട്ടുള്ള 1-ാം വാക്യത്തിന്റെ 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെതായിട്ടുള്ള തേജസ് ആയിരുന്നു ഈ യേശുക്രിസ്തു എന്നുള്ളത്. The exact image of the Father. ഈ പിതാവിൻ്റെതായിട്ടുള്ള അതുപോലെ തന്നെയുള്ള ആ പ്രതിച്ഛായയായിരുന്നു ഈ പുത്രൻ എന്ന് പറയുന്നു. We may think he was already perfect. നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തു ഇപ്പോൾ തന്നെ തികഞ്ഞവനായി എന്നായിരിക്കാം. But the word says he still needed to be perfected through his obedience. എന്നാൽ തന്റെ അനുസരണത്തിലൂടെ യേശുക്രിസ്തു തികഞ്ഞവനാകേണ്ടിയിരിക്കുന്നു എന്ന് വചനം പറയും നമുക്ക് കാണുവാൻ കഴിയും. He learned obedience by his suffering. തന്റെ കഷ്ടങ്ങളിലൂടെ കർത്താവ് അനുസരണത്തിൽ തികഞ്ഞവനായി എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. So Jesus was the perfect image of the Father. അതുകൊണ്ട് യേശുക്രിസ്തു ഈ പിതാവിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രതിച്ഛായയാകും. But in his journey on earth he came and learned some more things. എന്നാൽ തന്റെ ഈ യാത്രയിൽ താൻ അല്പം കൂടെ കൂടുതലായി പഠിക്കുകയുണ്ടായി. He was conceived by the Holy Spirit to earthly parents. പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർക്ക് യേശുക്രിസ്തു ജനിച്ചു. Even at the age of 12, we see him desiring to be in his father's business. 12-ാം വയസ്സിലാണെങ്കിലും ശരി യേശുക്രിസ്തു പിതാവിൻ്റെതായിട്ടുള്ള ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. His desire and his passion was to serve his father. യേശുവിൻ്റെതായിട്ടുള്ള ആഗ്രഹവും യേശുവിൻ്റെതായിട്ടുള്ള വലിയ താല്പര്യവും അല്ലെങ്കിൽ ആവേശം എന്ന് പറയുന്നത് പിതാവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതായിരുന്നു. He lives the first 30 years of his life submitted to his father and his mother. യേശുവിന്റെ ആദ്യത്തെ 30 വർഷം യേശു ചെലവഴിച്ചത് ഈ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടായിരുന്നു. And at his baptism, he received the attestation of the Father. യേശുക്രിസ്തുവിന്റെ ജലസ്നാനത്തിന്റെ സമയത്ത് ഈ പിതാവിൻ്റെതായിട്ടുള്ള ആ സാക്ഷ്യപ്പെടുത്തൽ യേശുക്രിസ്തുവിന് ലഭിക്കുകയാണ്. When the heavens opened and the Father said, "This is my beloved Son." സ്വർഗം തുറന്നപ്പോൾ പിതാവ് ഇപ്രകാരം അരുളി ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രൻ.
This came from 30 years of walking in submission, humility and love. ഇത് താഴ്മയിലും കീഴ്പ്പെടലിലും വിധേയപ്പെട്ട് നടക്കുകയും സ്നേഹത്തിലും 30 വർഷത്തോളം നടന്നതിന് ശേഷം ഇത് നടന്നിരിക്കുന്നു. He had done no miracles at this time. ഈ സമയത്ത് യേശുക്രിസ്തു അത്ഭുതമൊന്നും ചെയ്തില്ല. But he lived walking with the Father. എന്നാൽ പിതാവിനോടൊപ്പം നടക്കുകയും ചെയ്തു. He lived hearing from the Father. ഈ പിതാവിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. He lived becoming like the Father. ഈ പിതാവിനെ പോലെ ആയിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. And the Father said, "This is my beloved Son." പിതാവ് ഇപ്പോൾ പറയുകയാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. And after receiving this attestation, there was a testing of his sonship. യേശുക്രിസ്തുവിന് ഇപ്രകാരം പിതാവിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ ലഭിച്ചതിനു ശേഷം അവിടെ ഈ പുത്രത്വത്തിന് ഒരു പരിശോധന ഉണ്ടായിരുന്നു. Where Satan came and said, "If you really are the Son of God, do this." പിശാച് വന്ന് ഇങ്ങനെ പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക. This was not a test of his power or authority. ഇത് യേശുക്രിസ്തുവിന്റെ ശക്തിയുടെയോ അധികാരത്തിന്റെയോ പരീക്ഷയായിരുന്നില്ല. This was a test of how well he knew the Father. എന്നാൽ ഈ പിതാവിനെ യേശുക്രിസ്തു എത്രമാത്രം അറിയുന്നു എന്നുള്ളതിന്റെ പ്രലോഭനമായിരുന്നു. How closely will he walk with the Father? എത്രമാത്രം അടുത്ത യേശുക്രിസ്തു ദൈവത്തിനു കൂടെ നടന്നു എന്നുള്ളതിനെ കുറിച്ച്. What kind of a son is he really? ഏത് രീതിയിലുള്ള പുത്രനാകുന്നു യേശു എന്നുള്ളതിനെ കുറിച്ച്. So every time Satan came and said, "If you are the Son of God, do this." അതുകൊണ്ട് ഓരോ പ്രാവശ്യവും പിശാച് വന്ന് പറയുകയാണ്, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ നീ ഇത് ചെയ്യുക. He even used the word of God and came to him. ദൈവവചനം ഉപയോഗിച്ചു പോലും യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. But Jesus knew the Father's heart. എന്നാൽ യേശുക്രിസ്തുവിന് പിതാവിന്റെ ഹൃദയം അറിയാമായിരുന്നു. He knew what the Father wanted. പിതാവ് ആഗ്രഹിച്ചത് എന്തെന്ന് യേശുവിന് അറിയാമായിരുന്നു. And he proved his sonship. തന്റെ ആ യേശുക്രിസ്തു തന്റെ പുത്രത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. After this he goes out preaching, teaching and healing. അതിനുശേഷം യേശുക്രിസ്തു പ്രസംഗിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഉപദേശിക്കുകയും ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. Doing signs and wonders. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. But again, not just to show how powerful he was. എത്രമാത്രം താൻ ശക്തനാണെന്ന് വെളിപ്പെടുത്തുവാനല്ല. He was going out to show what the Father is like. എന്നാൽ പിതാവ് എങ്ങനെയാകുന്നു എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് യേശു ഇതെല്ലാം ചെയ്തു. He wanted to show them the Father loves to heal. പിതാവ് സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യേശു വെളിപ്പെടുത്തുകയാണ്. The Father loves to deliver. പിതാവ് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. The Father loves to make people whole. വ്യക്തികളെ പൂർണ്ണരാക്കുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. And he preached, "Repent, the kingdom is at hand." അതിനുശേഷം ഇപ്രകാരം പ്രസംഗിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും. He went as a messenger of his Father. ഈ പിതാവിൻ്റെതായിട്ടുള്ള ദൂതനായിക്കൊണ്ട് യേശുക്രിസ്തു പോവുകയാണ്. He began to do the Father's business. പിതാവിൻ്റെതായിട്ടുള്ള ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയാണ്. At the transfiguration, we see once again the heavens opening and the voice from heaven coming, "This is my beloved Son." മറുരൂപത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സമയത്തും നമുക്ക് കാണുവാൻ കഴിയുന്നു, സ്വർഗം തുറന്ന് ഇത് എന്റെ പുത്രൻ എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം. That was the confidence for Jesus to go to the cross. അത് ക്രൂശിലേക്ക് പോകുവാനായിട്ട് കർത്താവിന് വലിയ ഉറപ്പ് നൽകി. The Father was saying, "You are my Son, I am pleased with you." അപ്പോൾ പിതാവ് ഇപ്രകാരം പറയുന്നു, നീ എന്റെ പുത്രനാകുന്നു, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. At the Garden of Gethsemane, as a true son, he submitted his will to the Father's will. ഗെത്സമനെ തോട്ടത്തിൽ ഒരു യഥാർത്ഥ പുത്രനായിക്കൊണ്ട് തന്റെ ഹിതത്തെ പിതാവിന്റെ ഹിതത്തിന് യേശുക്രിസ്തു കീഴ്പ്പെടുത്തി. He laid down his life for us. നമുക്ക് വേണ്ടി യേശുക്രിസ്തു തന്റെ ജീവനെ നൽകി. Rose from the grave victorious. കല്ലറയിൽ നിന്ന് ജയാളിയായ യേശുക്രിസ്തു എഴുന്നേറ്റു. And by the Father was given the name above every other name. പിതാവിനാൽ യേശുക്രിസ്തുവിന് സകല നാമത്തിനും മേലായ നാമം നൽകപ്പെട്ടിരിക്കുന്നു. Today he is seated at the right hand of the Father. ഇന്ന് യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. With all power and authority under his feet. തന്റെ കാൽക്കീഴിൽ സകല ശക്തിയും അധികാരവും ഇന്നായിരിക്കുന്നു. He was the perfect son. യേശുക്രിസ്തു ഏറ്റവും തികഞ്ഞ പുത്രനായിരുന്നു. And he did the journey of sonship. ഈ പുത്രത്വത്തിൻ്റെതായിട്ടുള്ള ആ യാത്രയും യേശുക്രിസ്തു ചെയ്തു. And today he rules and reigns with the Father. ഇന്ന് പിതാവിനോടൊപ്പം യേശുക്രിസ്തു വാഴുന്നു. But that was not his only plan. എന്നാൽ അത് മാത്രമായിരുന്നില്ല യേശുവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പദ്ധതി. His plan was also to make other sons. പിതാവിന്റെ പദ്ധതി മറ്റു പുത്രന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതുമായിരുന്നു. Jesus was not just happy with him sitting on the throne. യേശുക്രിസ്തു ഞാൻ എങ്ങനെയെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കാം എന്നുള്ള കാര്യത്തിൽ സന്തുഷ്ടനായിരുന്നില്ല. Hebrews 2:10 says, "In bringing many sons to glory." എബ്രായ ലേഖനത്തിൻ്റെതായിട്ടുള്ള 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, In bringing many sons to glory, he was perfected through suffering.
സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്ന യുക്തമായിരുന്നു. Jesus wants to bring many sons to glory. യേശുവിന്റെ ആഗ്രഹം അനേക പുത്രന്മാരെ ഈ തേജസ്സിലേക്ക് കൊണ്ടുവരുവാനാകുന്നു. He wants everyone that believes in him to rise up to this place of sonship. യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും ഈ പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക് ഉയരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. And if Jesus had to learn obedience through suffering, how much more do every one of us need to learn this? യേശുക്രിസ്തുവിന് അനുസരണത്തിൽ തികയുവാൻ കഷ്ടങ്ങൾ ആവശ്യമായിരുന്നുവെങ്കിൽ എത്ര അധികമായി നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. So we have a journey of sonship. അതുകൊണ്ട് നമുക്കും ഈ പുത്രത്വത്തിൻ്റെതായിട്ടുള്ള ഒരു യാത്രയുണ്ട്. We are also born again by faith in Christ. നാമും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. And we are born into the family of God. നാം ദൈവ കുടുംബത്തിലേക്ക് ജനിക്കപ്പെട്ടിരിക്കുന്നു. And we get filled with his Holy Spirit. നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. Just like Jesus was filled with the Holy Spirit. യേശുക്രിസ്തു എപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവോ അതുപോലെ. Then begins that journey of maturing into sonship. അതിനുശേഷം ഈ പുത്രനാകുവാനായിട്ടുള്ള ആ പക്വതയുടെ യാത്ര തുടങ്ങുകയാണ്. But this is where many of us get stuck. എന്നാൽ ഇവിടെ ആകുന്നു നമ്മിൽ പലരും തടസ്സപ്പെട്ടിരിക്കുന്നത്. We all get stuck in different stages of our sonship. നമ്മുടെ പുത്രത്വത്തിൻ്റെതായുള്ള യാത്രയിൽ പല ഘട്ടങ്ങളിൽ വ്യത്യസ്തമായുള്ള ഘട്ടങ്ങളിൽ പലരും തടസ്സപ്പെട്ടിരിക്കുന്നു. And we settle down. എന്നിട്ട് നാം അവിടെ താല്പര്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. And we don't grow into the maturity of the sons. അതിൽ നിന്ന് നാം ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ പക്വതയിലേക്ക് നാം വരുന്നില്ല. So today I'm going to just run through the stages of sonship. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പുത്രത്വത്തിന്റെ വ്യത്യസ്തമായുള്ള ഘട്ടങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. We're going to learn some Greek words today. അതിനെക്കുറിച്ചുള്ള ചില യവന പദങ്ങൾ നാം പഠിക്കുവാൻ പോകുന്നു. So in the Greek, for the word son or for the word child, there are different words that are used. യവന ഭാഷയിൽ മകൻ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള അല്ലെങ്കിൽ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. And we're going to study what those words mean, and we're also going to look at where am I in my walk with God. ആ വാക്കുകളുടെ അർത്ഥം എന്താണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നു. അതോടൊപ്പം തന്നെ എന്റെ പുത്രത്വത്തിന്റെ യാത്രയിൽ ഞാൻ ഏത് ഘട്ടത്തിലായിരിക്കുന്നു എന്നുള്ളത് നാം പഠിക്കാൻ പോകുന്നു. The first word that is used is the word for an infant baby. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഒരു നവജാത ശിശു അല്ലെങ്കിൽ വളരെ കുഞ്ഞായിരിക്കുന്ന ഒരു ശിശുവിനെ കുറിച്ചാണ്. It is the earliest stage and it is called the nepios stage. നെബിയോസ് എന്ന് പറയുന്ന ഘട്ടത്തിനെ ആകുന്നു ആ ആദ്യമായിട്ടുള്ള ആ ഘട്ടത്തെ വിളിക്കുന്നത്. When a person is born again into the kingdom of God, they are a nepios. ഒരു വ്യക്തി വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തി നെബിയോസ് ഘട്ടത്തിലായിരിക്കുന്നു. Galatians chapter 4 verses 1. ഗലാത്യ ലേഖനത്തിൻ്റെതായിട്ടുള്ള 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Paul says, "Now I say that the heir, as long as he is a child or a nepios, does not differ at all from a slave, though he is master of all." അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും നെബിയോസ് ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. A newborn believer is under a guardianship. ഒരു പുതുതായി ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസി അവനാണെങ്കിൽ ഒരു കർത്തൃത്വത്തിന് അല്ലെങ്കിൽ ഒരു രക്ഷാധികാരിയുടേതായിട്ടുള്ള അവകാശത്തിലായിരിക്കുന്നു. He is an heir of all things. താൻ സകലത്തിനെയും അവകാശിയായിരിക്കുന്നുവെങ്കിലും But the heirship cannot be given to him yet. എന്നാൽ ആ അവകാശം അവന് ഉടനെ നൽകുവാൻ കഴിയുകയില്ല. Because he is a child. കാരണം അവൻ ശിശുവായിരിക്കും. He is an infant. അവൻ ശിശുവായിരിക്കും. He is not grown in the things of God. അവൻ ദൈവിക കാര്യങ്ങളിൽ വളർന്നിട്ടില്ല. He is not mature enough to have free access to all the resources of the household. ഈ ഭവനത്തിന്റെ പക്കലുള്ള അല്ലെങ്കിൽ ഭവനത്തിലുള്ള സകല കാര്യങ്ങളിലേക്കും അനുമതി ലഭിപ്പാൻ തക്കവണ്ണമുള്ള പക്വത അവനായിട്ടില്ല. But he is the heir. എന്നാൽ അവൻ നിശ്ചയമായ അവകാശിയാകുന്നു. He is the one who is going to get it all one day. ഒരു ദിവസം അവൻ ഇതെല്ലാം സകലവും പ്രാപിക്കുവാൻ കഴിയും. So the Nepios sons have an inheritance only positionally. അപ്പോൾ ഈ നെബിയോസ് മക്കൾക്ക് ഈ അവകാശം എന്ന് പറയുന്നത് സ്ഥാനപരമായി മാത്രമേ ഉള്ളൂ. But they are not experiencing any of that. എന്നാൽ അവർക്ക് അതൊന്നും ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. Regarding what the Nepios feeds on. അത് നെബിയോസ് എന്തെല്ലാം കുടിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ഭക്ഷിക്കുന്നു എന്നതനുസരിച്ചിരിക്കും. 1 Corinthians chapter 3 verses 1. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെതായുള്ള 1-ാം വാക്യം. I, brethren, could not speak to you as to spiritual people, but as to carnal, as to babes or nepios in Christ. I fed you with milk and not with solid food. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ നെബിയോസ് എന്ന പോലെ
അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. These believers can only handle milk. ഈ വിശ്വാസികൾക്ക് പാൽ മാത്രമേ കുടിപ്പാൻ കഴിയൂ. They can only digest the very basic teachings of the word of God. അത് അവർക്ക് ദൈവവചനത്തിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ മാത്രമേ അവർക്ക് ദഹിക്കുകയുള്ളൂ. They're carnal, the word says, and their focus is on themselves. വചനം പറയുന്നത് അവർ ജഡീകന്മാരാകുന്നു, അവരുടെ ശ്രദ്ധ മുഴുവൻ തങ്ങളിലാകും. Any food that needs to be chewed on and worked on, they are unable to digest. ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ച് അകത്തേക്ക് പോകേണ്ടതാകുന്നുവെങ്കിൽ അത് അവരെ കൊണ്ട് കഴിയുകയില്ല. What takes effort to get into their system, they can't digest it. അവരുടെ വ്യവസ്ഥിതിയിലേക്ക് അല്പം പരിശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കഴിയുകയില്ല. These are the babies in Christ. ഇത് ക്രിസ്തുവിലുള്ള ശിശുക്കളാകും. We have to always give them only milk. നമുക്ക് അവർക്ക് പാൽ മാത്രമേ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. Only what they are able to handle. അവർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് മാത്രമേ കൊടുക്കുവാൻ And കഴിയുകയുള്ളൂ. their focus is all about themselves. അവരുടെ ശ്രദ്ധ മുഴുവൻ തങ്ങളിലാകുന്നു. In 1 Corinthians chapter 3 verses 3 onwards says, you are still carnal, for where there is envy, strife and divisions among you, are you not carnal and behaving like mere men? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തൊട്ട് ഇങ്ങനെ പറയുന്നു, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. This is another sign of the infant. ഇത് ശിശുക്കളുടെ മറ്റൊരു ലക്ഷണമാകും. There is jealousy. അവിടെ ഈർഷ്യ അല്ലെങ്കിൽ പിണക്കമുണ്ട്. There's strife and fighting. അവിടെ ഈർഷ്യയും പിണക്കവുമുണ്ട്. There's divisions among them. അവിടെ ഭിന്നതയുണ്ട്. One says, I am of Apollos, another says, I am of Paul. ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ അപ്പോലോസിനെ പിൻപറ്റുന്നു, ഞാൻ പൗലോസിനെ പിൻപറ്റുന്നു. Where we see these kind of divisions, let us know that we are walking as nepios. എവിടെയെല്ലാം നമുക്ക് ഇപ്രകാരമുള്ള ഭിന്നത കാണുവാൻ കഴിയുന്നുവോ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരെല്ലാം അല്ലെങ്കിൽ ആ വ്യക്തികൾ നെപിയോസ് ഘട്ടത്തിലാകും. They may have a lot of knowledge of the word of God. അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് വലിയ ജ്ഞാനമൊക്കെ കാണുമായിരിക്കാം. But they have not grown or matured as sons. എന്നാൽ ദൈവപുത്രന്മാർ എന്നുള്ള രീതിയിൽ പക്വതയിലേക്ക് അവർ വളർന്നിട്ടില്ല. This child is easily influenced by any kind of teaching. ഈ കുഞ്ഞ് എന്ന് പറയുന്നത് ഏത് ഉപദേശത്താൽ സ്വാധീനിക്കപ്പെടുവാൻ കഴിയുന്നവനുമാകും. Any kind of new teaching, deception comes in, they're quickly taken away. ഏത് പുതിയ ഉപദേശമാണെങ്കിലും ദുരുപദേശമാണെങ്കിലും അവർ അതിനെ ശ്രദ്ധിച്ച് അവർ അതിന് കീഴ്പ്പെടും. Hebrews 5 verses 12 tells us, though by this time you ought to be teachers, you have need that someone teaches you again the basic principles of the word of God. You need milk and not solid food. എബ്രായ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. This stage of the believer has not trained themselves in righteousness. ഈ വിശ്വാസിയുടേതായുള്ള ഘട്ടം എന്ന് പറയുന്നത് തങ്ങളെ തന്നെ നീതിയിൽ അഭ്യസിപ്പിച്ചിട്ടില്ല. The word of God wants us to grow out of the nepios stage. ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത് നാം ഈ ശിശുവിന്റെ അല്ലെങ്കിൽ നെബിയോസ് ഘട്ടത്തിൽ നിന്ന് വളർന്ന് പുറത്തേക്ക് വരണമെന്നാകുന്നു. Many years in the Lord, but many are still infants. അനേക വർഷത്തിൽ കർത്താവിലായിരിക്കുന്നു, എന്നാൽ അവരിൽ പലരും തന്നെ അനേക വർഷം ക്രിസ്തുവിലായിട്ടും പലരും തന്നെ ഈ നെബിയോസ് ഘട്ടത്തിലായിരിക്കും. Still walking like children with fighting and striving among them. ഇപ്പോഴും ശിശുക്കളെ പോലെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈർഷ്യയും പിണക്കവും ഒക്കെയാണ്. 1 Corinthians 13 verses 11 says, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെതായുള്ള 11-ാം വാക്യം, when I was a child or a nepios, I spoke as a child, I understood as a child, I thought as a child, but when I become a man, I put away childish things. ഞാൻ ശിശുവായിരുന്നപ്പോൾ, ഞാൻ നെബിയോസ് ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. The next stage of sonship that I want to go to ഞാൻ പ്രവേശിക്കുവാൻ പോകുന്ന അടുത്ത നിലവാരം അല്ലെങ്കിൽ അടുത്ത പുത്രത്വത്തിന്റെ ഘട്ടം എന്ന് is പറയുന്നത് a stage translated as a child. അത് കുഞ്ഞ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ശിശു അല്ലെങ്കിൽ കുഞ്ഞ് എന്ന രീതിയിൽ പറയുന്നതായിട്ടുള്ള ഒരു ഘട്ടമാകുന്നു. Yeah, not really a baby but a small child. ഒരു ചെറിയ മകൻ എന്നുള്ള രീതിയിൽ. And this stage is called the paidion stage. ഈ ഒരു ഘട്ടത്തെ വിളിക്കുന്നത് പൈഡിയോൺ എന്നാകുന്നു. John writes in 1 John chapter 2 verses 13, 14 and 15. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, We know
John writes to the fathers, to the young men, and to the little children. നമുക്കറിയാം യോഹന്നാൻ ഇത് എഴുതുന്നത് അത് പിതാക്കന്മാർക്കും യുവാക്കൾക്കും പിന്നെ ചെറിയ മക്കൾക്കുമാകുന്നു. It may not be literally old and young people. അത് യഥാർത്ഥത്തിൽ ഇപ്രകാരം പ്രായമനുസരിച്ചുള്ളതല്ല. He may be intending their spiritual maturity. അവരുടെ ആത്മീയ പക്വതയ്ക്കനുസരിച്ച് ആയിരിക്കാം അനുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. And in verse 13 he says, I write to you little children because you have known the Father. ബാല്യക്കാരെ, Little children you have known. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. A paidion is a young child who is able to recognize the father. പൈഡിയോൺ എന്ന് പറയുന്നത് പിതാവിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ചെറിയ കുഞ്ഞാകുന്നു അല്ലെങ്കിൽ മകനാകും. Starts to know and understand the character of the father. അപ്പോൾ പിതാവിന്റെ സ്വഭാവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന കുഞ്ഞ്. And starts developing intimacy with him. പിതാവുമായിട്ട് സ്നേഹബന്ധത്തിൽ അടുക്കുവാൻ തുടങ്ങുന്ന സമയം. This is also the word that Jesus used when he said, bring the little children to me, for of these is the kingdom of heaven. ഇത് തന്നെയാകുന്നു യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവീൻ അല്ലെങ്കിൽ അനുവദിപ്പീൻ, അവരുടേതാകുന്നു സ്വർഗരാജ്യം. Unless you become like a paidion, you will not enter the kingdom of heaven. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. But the paidion stage also, we cannot stay there. അപ്പോൾ ഈ പൈഡിയോൺ ഘട്ടത്തിലും നമുക്ക് അവിടെ തന്നെ നിൽക്കുവാൻ കഴിയുകയില്ല. This child knows and experiences the father's love. ഈ കുഞ്ഞ് എന്ന് പറയുന്നത് പിതാവിന്റേതായിട്ടുള്ള, പിതാവിനെ അറിയുകയും പിതാവിന്റെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുന്നു. God loves me, I love God. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാനും ദൈവത്തെ സ്നേഹിക്കുന്നു. Many believers want to stay there. അനേക വിശ്വാസികൾക്ക് അവിടെ നിന്നാൽ മതി. I want to live a life where everything is good for me. എനിക്ക് എല്ലാം നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന ആ ഘട്ടത്തിൽ എനിക്ക് നിന്നാൽ മതി. God will buy me all the toys that I need. എനിക്ക് ആവശ്യമുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ദൈവം എനിക്ക് മേടിച്ചു തരും. I love daddy, daddy loves me. എനിക്ക് ഡാഡിയെ ഇഷ്ടമാണ്, ഡാഡിക്ക് എന്നെയും ഇഷ്ടമാണ്. This is a good stage for a time. ഇത് അല്പസമയത്തേക്ക് നല്ലൊരു ഘട്ടമാണ്. But we need to grow further. എന്നാൽ നാം നിശ്ചയമായും അവിടെ നിന്ന് വളർന്നേ മതിയാകും. And the next stage that the word of God mentions is the stage of the young man. ദൈവവചനം പറയുന്നതായുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു യുവാവിന്റെ ഘട്ടമാകുന്നു. Another Greek word for this is neoniskos. നിയോനിസ്കോസ് എന്ന് പറയുന്ന പദമാകുന്നു യവന ഭാഷയിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. In 1 John chapter 2, John says, I write to you young men because you have overcome the wicked one. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. And in verse 14, I have written to you young men because you are strong and the word of God abides in you and you have overcome the wicked one. 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. This is the stage of the overcomer. ഇത് ജയാളിയുടേതായിട്ടുള്ള ഒരു ഘട്ടമാകുന്നു. This son has been tested ഈ മകൻ പരീക്ഷയിലൂടെ കടന്നുപോയിരിക്കുന്നു. and has shown his strength. തന്റെ ബലം അവൻ തെളിയിച്ചിരിക്കുന്നു. And he has represented the word of God. അവൻ ദൈവവചനത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. This son knows the word of God. ഈ മകന് ദൈവവചനം അറിയാം. It abides in him. തന്റെ ഹൃദയത്തിൽ അത് വസിക്കുന്നു. And this son has built strength over the years. ഈ മകൻ വർഷങ്ങൾ കൊണ്ട് തന്റെ ബലം വർദ്ധിപ്പിച്ചിരിക്കുന്നു. And when the times of testing has come, this son has overcome the wicked one. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ താൻ ഈ ശത്രുവിനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. The neoniskos is no longer a child, നിയോനിസ്കോസ് എന്ന് പറയുന്നത് ഒരു ശിശുവല്ല, but shows great strength. എന്നാൽ അവൻ വലിയ ശക്തി വെളിപ്പെടുത്തുന്നു. Jesus was in this stage when he overcame Satan in the wilderness. യേശുക്രിസ്തു പിശാചിനെ മരുഭൂമിയിൽ ജയിച്ചപ്പോൾ യേശുക്രിസ്തു ഈ ഘട്ടത്തിലായിരുന്നു. He was walking out the stage of the overcomer. യേശുക്രിസ്തു ജയാളിയുടേതായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. And he was showing his strength. തന്റെ ശക്തി വെളിപ്പെടുത്തുകയായിരുന്നു. The neoniskos is the age when you have to take some strong decisions. നിയോനിസ്കോസ് എന്ന് പറയുന്ന ഘട്ടം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാലഘട്ടമാകും. This is also the age to begin to have visions for the kingdom. ദൈവരാജ്യത്തിന് വേണ്ടി ദർശനങ്ങൾ ഉണ്ടാകേണ്ട ഘട്ടമാകുന്നു ഇത്. In Acts chapter 2 verses 17, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, that scripture talks about your young men will see visions. അവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. Your sons and daughters will prophesy. നിങ്ങളുടെ മക്കൾ പ്രവചിക്കും.
And your young men will see visions. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. The word here is your near-niskos will see visions. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നിയാനിസ്കോസ്, അവർ ദർശനങ്ങൾ ദർശിക്കും. Maybe you're in that stage of life where you're beginning to dream things for the kingdom. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ആ ഘട്ടത്തിലായിരിക്കാം, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ദർശനങ്ങൾ കാണുന്ന സമയമായിരിക്കാം. You know you have fought some battles. നിങ്ങൾക്കറിയാം നിങ്ങൾ ചില യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നു. And you know you've come out victorious through the word of God. നിങ്ങൾക്കറിയാം ദൈവവചനം ഉപയോഗിച്ച് നിങ്ങൾ ജയാളിയായി പുറത്തു വന്നിരിക്കുന്നു. God is asking you to move on to the next stage. ദൈവം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനാകും. To keep pursuing him and move on to the stage of maturity. കർത്താവിന്റെ പുറകെ തന്നെ നടന്നുകൊണ്ട് പക്വതയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ. The final stage of sonship is called പുത്രത്വത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് it's called the huios stage. ഹുയിയോസ് എന്ന് പറയുന്ന ഘട്ടമാകുന്നു. This son is the full representation of the father. ഈ പുത്രൻ എന്ന് പറയുന്നത് പിതാവിന്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തലാകും. He carries the heart of the father. ഈ പുത്രൻ എന്ന് പറയുന്നത് പിതാവിന്റെ ഹൃദയത്തെ കരുതിയിരിക്കുന്നു. He does the will of the father. ഈ പുത്രൻ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നു. He knows the father well. ഈ പുത്രന്റെ പിതാവിനെ വ്യക്തമായി അറിയാം. He has overcome the enemy. ഈ പുത്രൻ ശത്രുവിനെ ജയിച്ചിരിക്കുന്നു. And now he shares the father's glory and authority. അതോടൊപ്പം തന്നെ ഈ പിതാവിനതായിട്ടുള്ള തേജസ്സും അധികാരവും ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. This is the fully mature Christ-like son. ഇതാകുന്നു പൂർണ്ണമായിട്ടും പക്വതയുള്ള യേശുക്രിസ്തുവിനെ പോലെയുള്ള പുത്രൻ. And this is God's desire for each of his children. ഇതാകുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയും ആഗ്രഹവും നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും. Not that we stay as infants and little children. നാം ശിശുക്കളെ പോലെ ആയിരിക്കുവാനായിട്ടല്ല, That who can't digest solid food. അവർക്ക് കട്ടിയാഹാരം ദഹിക്കുവാൻ കഴിയാത്തവരായിട്ടല്ല, And who always need to be taken care of. എല്ലായ്പ്പോഴും നമ്മെ കരുതുവാൻ ആരെങ്കിലും വേണ്ട ആ സാഹചര്യമല്ല, But who are strong എന്നാൽ ബലമുള്ളവരായി and mature. പക്വതയുള്ളവരായി. So what does the huios son look like? അതുകൊണ്ട് ഈ ഹുയിയോസ് പുത്രൻ എങ്ങനെയായിരിക്കും? How do I grow into the maturity of a huios son? എങ്ങനെ ഈ ഹുയിയോസ് പുത്രനെ പോലെ ആ പക്വതയിൽ എനിക്ക് വളരുവാൻ കഴിയും? Number one, they know the father intimately and imitate what they see in the father. ഏറ്റവും ആദ്യമായിട്ട് അവർ പിതാവിനെ അടുപ്പത്തിൽ അറിയുകയും പിതാവിനെ അനുകരിക്കുകയും ചെയ്യുന്നു. In John 10 verses 15, Jesus said, "As the Father knows me, even so I know the Father." യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെതായുള്ള 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ പിതാവിന് എന്നെ അറിയുന്നത് പോലെ ഞാനും പിതാവിനെ അറിയുന്നു. Jesus spent much time with the Father. യേശു ക്രിസ്തു ഈ പിതാവുമായിട്ട് അധികം സമയം ചെലവഴിച്ചിരിക്കുന്നു. And because of that, he knew the Father well. ഈ പിതാവിനെ അങ്ങനെ അറിയുവാനും കാരണമായിരിക്കുന്നു. The enemy will try to distract us from knowing the Father. ശത്രു ഈ പിതാവിനെ നാം അറിയുന്നതിൽ നിന്ന് നമ്മെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുവാൻ Because ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. he knows if we spend time with the Father and become like the Father, we are a danger to him. നാം പിതാവിന്റെ കൂടെ സമയം ചെലവഴിച്ച പിതാവിനെ പോലെ ആയി കഴിഞ്ഞാൽ നാം വലിയ ആപത്താകുന്നുവെന്ന് ശത്രുവിനറിയാം. We will become mature sons of God like Jesus. നാം യേശുവിനെ പോലെ ദൈവത്തിന്റെ പക്വതയുള്ള പുത്രന്മാരായി So മാറും. he will take you away from spending time with the Father. അപ്പോൾ തീർച്ചയായിട്ടും പിശാച് ഈ പുത്രനുമായിട്ടുള്ള ഈ പിതാവുമായിട്ടുള്ള നമ്മുടെ സമയം എടുത്തു മാറ്റുവാനായിട്ട് പിശാച് He ശ്രമിക്കും. will try to make you not see what the Father is doing. പിതാവ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കാണുവാൻ നാം ശ്രമിക്കുമ്പോൾ പിശാച് അതിനെ തടസ്സപ്പെടുത്തും. Jesus said the Son can do nothing of himself. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പുത്രന് മാത്രമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. What he sees the Father do, he will do that. പിതാവ് എന്ത് ചെയ്യുന്നു എന്ന് കാണുന്നുവോ അത് തന്നെ പുത്രൻ ചെയ്യുന്നു. And he will do it in the same way he sees the Father doing it. പിതാവ് എപ്രകാരം ചെയ്യുന്നു എന്ന് കാണുന്നുവോ അതുപോലെ തന്നെ പുത്രൻ We ചെയ്യുന്നു. all know how little children imitate their parents. നമുക്കറിയാം കുഞ്ഞു മക്കൾ എങ്ങനെ മാതാപിതാക്കളെ അനുകരിക്കുന്നു എന്നുള്ളത്. They do everything the parents do the same way. മാതാപിതാക്കന്മാർ ചെയ്യുന്നത് പോലെ തന്നെ അവർ ചെയ്യുന്നു. That's because we have an ability in ourselves to imitate whatever we see. കാരണം നാം കാണുന്നത് അനുകരിക്കുവാനുള്ള കഴിവ് നമ്മിലുണ്ട്. What are you imitating today? ഇന്ന് നിങ്ങൾ അനുകരിക്കുന്നത് എന്താകുന്നു? Are you imitating what you're watching on television or what the world has to say? നിങ്ങൾ ലോകത്തിന് പറയാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ടിവിയിൽ കാണുന്നതാണോ നിങ്ങൾ അനുകരിക്കുന്നത്? Is it hard to imitate the Father? പിതാവിനെ അനുകരിക്കുവാൻ വളരെ കഠിനമാണോ? Maybe you're not seeing him enough. ചിലപ്പോൾ നിങ്ങൾ ആവശ്യമായ രീതിയിൽ പിതാവിനെ കാണുന്നുണ്ടാകും. Maybe you're not reading the word enough. അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ തിരുവചനം വായിക്കുന്നുണ്ടാകും. The more we see him, the easier it is to imitate നാം him. എത്ര അധികമായി പിതാവിനെ കാണുന്നുവോ അത്ര എളുപ്പമായി അനുകരിക്കുവാൻ കഴിയും. The huios son is led by the Holy Spirit. ഈ ഹൂയോസ് പുത്രൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനാകും. Romans 8:14 says, "As many as are led by the Spirit of God,
These are the huios of God. റോമാലേഖനത്തിന് 8-ാം അധ്യായത്തിന് 14-ാം വാക്യം പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ ഹൂയോസ് മക്കളാകുന്നു. They are not little children, അവർ കുഞ്ഞുമക്കളല്ല, but they are led by the Holy Spirit. എന്നാൽ അവർ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. They're not controlled by their own flesh. അവരുടേതായിട്ടുള്ള ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവരല്ല. They don't do what they want to do, അവർക്ക് ആവശ്യമുള്ളത് ആഗ്രഹമുള്ളതല്ല ചെയ്യുന്നത്, but they follow the Holy Spirit. എന്നാൽ അവർ പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ച് നടക്കുന്നു. This is a mark of the sons of God. ഇത് ദൈവമക്കളുടേതായുള്ള ലക്ഷണമാകും. Where we say, Holy Spirit, I don't want to do my will. അവിടെ നാം ഇങ്ങനെ പറയുന്ന പരിശുദ്ധാത്മാവേ എന്റെ ഇഷ്ടമല്ല, I want to do this thing, but I want to be led by you. എനിക്ക് ഈ കാര്യം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അങ്ങനെ നടത്തണമേ. They follow the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനെ പിൻപറ്റുന്നു. The Huios sons pray differently. ഹൂയോസ് മക്കൾ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. They pray with confidence. അവർ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നു. They don't use vain repetitions. അവർ വ്യർത്ഥമായിട്ട് ആവർത്തനം ഉപയോഗിക്കുന്നില്ല. They ask as a child who knows their father is listening. പിതാവിനെ അറിയുകയും അതോടൊപ്പം തന്നെ പിതാവ് ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധ്യമുള്ള മക്കളെ പോലെ അവർ ചോദിക്കുന്നു. When Jesus taught us to pray, he said, pray like this, our Father who art in heaven. യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാകുന്നു, സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. The Huios sons pray with a great confidence. ഹൂയോസ് മക്കൾ പ്രാർത്ഥിക്കുന്നത് വലിയ ഉറപ്പിൽ നിന്നുകൊണ്ടാകുന്നു. They pray for the Father's will first. അവർ ആദ്യം പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And whatever they ask for, they are confident that the Father will give. അവർ എന്ത് ചോദിക്കുന്നുവോ പിതാവ് നൽകുമെന്നുള്ള വലിയ ഉറപ്പ് അവർക്കുണ്ട്. Jesus says, don't worry about the clothes you wear, the things you're going to eat, because your Father has already seen. യേശു പറയുകയാണ്, നിങ്ങൾ എന്ത് ഉടുക്കുമെന്നോ അല്ലെങ്കിൽ എന്ത് ഭക്ഷിക്കുമെന്നോ നിങ്ങൾ ആശങ്കപ്പെടരുത്, കർത്താവ് അത് കണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. The Huios sons walk free of anxiety. ഹൂയോസ് മക്കൾ ആകുലതയിൽ നിന്ന് മാറി സ്വതന്ത്രരായി നടക്കുന്നു. Jesus said, don't worry because your Father already knows. യേശുക്രിസ്തു അല്ലെങ്കിൽ പിതാവ് ഇപ്രകാരം പറയുകയാകുന്നു, യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാകുന്നു, നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങളുടെ പിതാവ് ഇത് മുമ്പേ തന്നെ അറിയുന്നു. The immature children will be worried, will the Father give it to me? പക്വതയില്ലാത്തതായുള്ള മക്കൾ അവർ എല്ലായ്പ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കും, പിതാവ് നൽകുമോ എന്നുള്ളത്. But the mature sons say, I know my Father. എന്നാൽ പക്വതയുള്ള മക്കൾ ഇപ്രകാരം പറയും, എനിക്ക് എന്റെ പിതാവിനെ അറിയാം. The Huios sons don't walk in fear. ഹൂയോസ് മക്കൾ അവർ ഭയത്തിൽ നടക്കുകയില്ല. The word says, you did not receive a spirit of bondage to fear, but you received the spirit of adoption. തിരുവചനം ഇങ്ങനെ പറയുന്നു, റോമാലേഖനത്തിന് 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, ദൈവാത്മാവ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, എന്നാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. The spirit of adoption is in direct contrast to the spirit of fear. പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദാസ്യത്തിന്റെ അല്ലെങ്കിൽ ഭയത്തിന്റെ ആത്മാവിന് നേരെ വിപരീതമാകുന്നു. We can't walk in fear and in adoption. നമുക്ക് ഭയത്തിലും അതോടൊപ്പം തന്നെ പുത്രത്വത്തിന്റെ ആത്മാവിൽ നടക്കുവാൻ കഴിയുകയില്ല. The mature Huios of God are not in bondage to fear. പക്വതയുള്ള ഹൂയോസ് മക്കൾ എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ആത്മാവിൽ നടക്കുമ്പോൾ അവർ ദാസ്യത്തെ ഭയപ്പെടുന്നില്ല. The Huios sons practice peace and love. ഹൂയോസ് മക്കൾ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിലും സമാധാനത്തിലും നടക്കുന്നു. Matthew 5 verses 43 onwards, the famous verses where Jesus said, you've heard it say, love your neighbor, hate your enemy. But I tell you, love your enemies, pray for those who persecute you. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെതായിട്ട് 43-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. How is it even possible to love our enemies? എങ്ങനെ സാധ്യമാകും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനായി? It's only possible when we see our heavenly Father. അത് സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിനെ കണ്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ. Jesus says, so that you can be children of your Father in heaven. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളാകേണ്ടതിന് തന്നെ എന്ന് യേശു പറയുകയാണ്. Because your Father is kind to the unjust and to the evil. കാരണം നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ദുഷ്ടരും അതോടൊപ്പം തന്നെ അന്യായക്കാർക്കും ദയ കാണിക്കുന്നവനാകും. He is kind and merciful even to those who hate his name. കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്റെ നാമത്തിന് വിരോധമായി നിൽക്കുന്നവരോട് പോലും പിതാവ് ചെയ്യുന്ന ഒരു കാര്യമാകും. If you are true children of your Father in heaven, you will be able to love your enemies. നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ഈ പിതാവിന്റെ മക്കളാകുന്നുവെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. If you greet only those who greet you, you are being infants. നിങ്ങളെ വന്ദിക്കുന്നവരെ മാത്രം നിങ്ങൾ വന്ദിക്കുന്നവരായി
പിതാവിനാകുന്നുവെങ്കിൽ നിങ്ങൾ ശിശുക്കളാകും. If you love only those who love you, you are little children in the faith. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിലെ കുഞ്ഞുങ്ങളാകും. But if you can think of people that are against you and you can practice love for them, you're growing into a huios of God. എന്നാൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാമെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുവാൻ നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹൂയോസ് മക്കളാകുന്നതിൽ നിങ്ങൾ മുന്നേറുകയാണ്. God wants us to mature. ദൈവത്തിന്റെ ആഗ്രഹം നാം പക്വത പ്രാപിക്കണമെന്നാകും. The huios sons walk in submission to the Father. ഹൂയോസ് മക്കൾ ഈ പിതാവിന്റെ കീഴ്പ്പെട്ടുകൊണ്ട് നടക്കുന്നു. Like Jesus said, not my will, your will be done. യേശു പറഞ്ഞതുപോലെ എന്റെ ഇഷ്ടമല്ല എന്നാൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. Only a huios can say that. ഒരു ഹൂയോസ് മകന് മാത്രമേ അത് പറയുവാൻ കഴിയുകയുള്ളൂ. The infants will say, I want what I want. ശിശുക്കൾ ഇങ്ങനെ പറയും, എനിക്ക് വേണ്ടത് എനിക്ക് വേണം. But the grown-up sons, the mature sons will say, Father, your will be done. എന്നാൽ പക്വതയുള്ള മക്കൾ ഇപ്രകാരം പറയും, പിതാവേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. The huios sons seek the Father's kingdom and his righteousness. ഹൂയോസ് മക്കൾ ഈ പിതാവിൻ്റെതായിട്ടുള്ള രാജ്യം അന്വേഷിക്കുകയും പിതാവിന്റെ നീതി അന്വേഷിക്കുകയും ചെയ്യും. We know at the age of 12, Jesus was already interested in the Father's business. നാം കണ്ടു 12-ാമത്തെ വയസ്സിൽ തന്നെ യേശുക്രിസ്തു പിതാവിന്റെ വ്യവഹാരങ്ങളിൽ ഏറ്റവും തൽപരനായിരുന്നു. Before his crucifixion, we know Jesus goes into the temple and drives everyone out and says, zeal for your house has consumed me. ക്രൂശീകരണത്തിന് മുമ്പാകെ യേശുക്രിസ്തു ആലയത്തിൽ ചെന്ന് എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് പറയുകയാകുന്നു, ദൈവത്തിൻ്റെതായുള്ള ആ ആവേശം എന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. The huios of God are passionate for God's business. ദൈവത്തിന്റെ ഹൂയോസ് മക്കൾ എന്ന് പറയുന്നത് ദൈവികമായുള്ള കാര്യങ്ങളിൽ വലിയ ആവേശമുള്ളവരായിരിക്കും. Just like grown-up children of any family are concerned about the family matters. എപ്രകാരം വളർന്ന മുതിർന്ന മക്കൾ ആ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ എപ്രകാരം തൽപരരായിരിക്കുന്നു അതുപോലെ. So the mature sons, the huios sons are thinking, how is the Father's kingdom growing? അതുകൊണ്ട് പക്വതയുള്ള മക്കൾ ചിന്തിക്കുന്നത്, എന്റെ പിതാവിന്റെ രാജ്യം വളരുന്നുണ്ടോ? How is the business of my father increasing? എന്റെ പിതാവിന്റെ വ്യവഹാരങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടോ? Is the enemy of my father getting more ground than my father? എന്റെ പിതാവിന്റെ ശത്രു അവൻ മികച്ചവനായി വരുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ ബലവാനായി വരുന്നുണ്ടോ? There are more sons to be added in the kingdom. Is the enemy taking them away? ഈ ദൈവരാജ്യത്തിലേക്ക് അനേക മക്കളെ ചേർക്കേണ്ടതുണ്ട്, അവരെല്ലാം ശത്രു കൊണ്ടുപോവുകയാണോ? Do those questions bother you? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? They should if you are a huios. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹൂയോസ് മകനാകുന്നുവെങ്കിൽ ഇത് നിങ്ങളെ അലട്ടേണ്ടതാണ്. Zeal for the Father's house consumes ഈ us. പിതാവിന്റേതായിട്ടുള്ള ആലയത്തെക്കുറിച്ചുള്ള ആവേശം നിങ്ങളെ തീർച്ചയായും നിറയ്ക്കേണ്ടതാകും. We're thinking my Father's kingdom must increase. എന്റെ പിതാവിന്റേതായുള്ള രാജ്യം വളർന്നേ മതിയാകും. And lastly, let me close with Romans 8 verses 19. ഏറ്റവും ഒടുവിലായി ഇത് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 19-ാമത്തെ വാക്യം. All creation is eagerly waiting for the manifestation of the huios of God. സൃഷ്ടി ഹൂയോസ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. The creation around us, the world around us is waiting for sons of God to rise up. സൃഷ്ടി മുഴുവൻ, ഈ ലോകം മുഴുവൻ ഈ ദൈവത്തിന്റെ മക്കൾ വെളിപ്പെടേണ്ടതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Is there a broken world around us? നമുക്ക് ചുറ്റും തകർന്നിരിക്കുന്ന ലോകമുണ്ടോ? Jesus was the answer for his time. ആ സമയത്ത് യേശുവായിരുന്നു ഉത്തരം. We are the answer for our time. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം ആകുന്നു ഉത്തരം. Not the nepios babies. ഒരു നെബിയോസ് കുഞ്ഞുങ്ങളാകുവാനായിട്ടല്ല, Not even the paidion children. പൈഡിയോൺ മക്കളാകുവാനായിട്ടുമല്ല. But creation is waiting for the mature sons of God to manifest. എന്നാൽ സൃഷ്ടി മുഴുവൻ ഈ പക്വതയുള്ള ദൈവമക്കളുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Can we as sons of God begin to rise up? ദൈവമക്കളായിക്കൊണ്ട് നമുക്ക് എഴുന്നേൽക്കാമോ? Can we walk in intimacy with the Father? ഈ പിതാവുമായിട്ട് ഏറെ അടുപ്പത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയുമോ? Can we say not my will but your will be done? നമുക്ക് പറയുവാൻ കഴിയുമോ, കർത്താവേ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ? Can we break out of anger and hatred and walk in love and forgiveness? നമുക്ക് ദേഷ്യത്തിൽ നിന്നും പകയിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്നേഹത്തിലും കരുണയിലും നടക്കുവാൻ കഴിയുമോ? Can we begin to be occupied by our Father's business? നമ്മുടെ പിതാവിന്റെ വ്യവഹാരങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമോ? It's not just for us, അത് നമുക്ക് വേണ്ടി മാത്രമല്ല, but all creation is waiting for you to rise up as a son of God. എന്നാൽ സൃഷ്ടി മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി വെളിപ്പെടുവാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Shall we pray together? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമോ? That we as a church നാം സഭയായിക്കൊണ്ട് will grow into maturity. ഈ പക്വതയിലേക്ക് വളരുവാനായി, That we will be a church filled with huios. നാം സഭ മുഴുവൻ ഹൂയോസ് മക്കളെ കൊണ്ട് നിറഞ്ഞ്, And when the babies come in, ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ, there are mature sons to train them up in the ways of the Father. കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ പരിശീലിപ്പിക്കുവാനായിട്ട് പിതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പക്വതയുള്ള മക്കൾ ഉണ്ടാകുവാൻ, This is the plan of God. ഇതാകുന്നു
ദൈവത്തിന്റെ Let പദ്ധതി. us pray together. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. Father, this morning we ask for us as a church. പിതാവേ, ഈ പ്രഭാതത്തിൽ സഭയായിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, For every person listening, Lord, I want to pray that we grow into maturity. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ പക്വതയിലേക്ക് വളരുവാനായി. We don't want to be little children. ഞങ്ങൾ ശിശുക്കളായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. We don't want to stay as babies. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുവാൻ We ആഗ്രഹിക്കുന്നില്ല. want to grow into the maturity of the Son of God. കർത്താവിൻ്റെതായുള്ള പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Make us interested in the Father's business. ഈ പിതാവിന്റെ വ്യവഹാരത്തിൽ തൽപരരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Let the things of your kingdom bother us, Lord. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ അലട്ടട്ടെ. And Lord, we pray that as creation, the world around us, our land is waiting for the sons of God to manifest. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സൃഷ്ടി മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പാടിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നല്ലോ. We want to grow up as those sons of God. കർത്താവേ, ആ മക്കളായി ഉയരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Holy Spirit, fill us. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണം. Enable us. ഞങ്ങളെ ബലപ്പെടുത്തണമേ. In Jesus' name we pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.